ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി. ഞാൻ നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു കറക്റ്റ് ആയിട്ടൊരു ഉദാഹരണം നിങ്ങളെ ഞാനിവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമുക്ക് ആ വാഹനം നിർത്തി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ വണ്ടി ഓഫ് ആകാനും പാടില്ല. അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ ഒരു വാഹനം മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ബിഗിനർ സ്റ്റേജിൽ ഒരു വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം വാഹനം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി റോഡിൽ ഓടിക്കും. പക്ഷേങ്കിൽ ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു വാഹനം എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തി ഒന്ന് തിരിക്കേണ്ട സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ നിർത്തി വാഹനം ഒന്ന് മുന്നോട്ടെടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും എന്ത് ചെയ്യും, വാഹനം നിന്ന് പോകുന്ന ഒരു പ്രശ്നം വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഡ്രൈവിംഗിൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ച് പ്രാക്ടീസ് എടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രമിക്കുക. പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനകത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് കാല് വെക്കുന്നു, നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓഫ് ആകാതിരിക്കാനായിട്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. ഒന്ന്, നമ്മുടെ ഈ പെഡലുകൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്പീഡിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി എടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് നമ്മളുടെ കാല് ഇതുപോലെ ആക്സിലറേറ്റർ പെഡലിലേക്ക് ബ്രേക്ക് എന്ന് മാറ്റി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങും. ഈ നീങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ചേന്ന് കാലെടുത്ത് മാറ്റാൻ പാടില്ല, പൂർണ്ണമായിട്ടും കാല് മാറ്റാൻ പാടില്ല. ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഇടത്തെ കാല് ക്ലച്ചേ വെച്ചേക്കണം. എന്നിട്ട് പെട്ടെന്ന് വണ്ടി നിർത്താൻ പഠിക്കണം. നിർത്തുന്നത് എങ്ങനെയാണ്? ക്ലച്ച് അങ്ങോട്ട് ചവിട്ടുക, ബ്രേക്കിലേക്ക് ഇതുപോലെ വരിക. അതായത് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തെടുക്കുക. ഈ ഒരു മെത്തേഡിൽ നമ്മളുടെ കാലിന്റെ ബാലൻസ് വരാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഇടത്തേക്കാലും വലത്തേക്കാലും ക്ലച്ചിലും ബ്രേക്കിലും ആക്സിലറേഷനിലും സ്പീഡിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വാഹനം നിർത്തി മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി പെട്ടെന്ന് എടുക്കാനും ഓഫ് ആകാതെ എടുക്കാനും കഴിയത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം കാണിക്കാം. ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു. അതിനുശേഷം ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിച്ചേക്കാണ്. എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു. ക്ലച്ച് നമ്മൾ ഇങ്ങോട്ട് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഹാഫ് ക്ലച്ച് പോയിന്റ് വരുമ്പം നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു വിറയൽ വരും. ആ വിറയൽ പോയിന്റ് നമ്മൾ അവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ഇത് ഞാൻ ആ വിറയൽ പോയിന്റ് പ്രോപ്പറായിട്ട് അവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് തന്നെ ആവറേജ് വിറയൽ പോയിന്റിലാണെങ്കിൽ വണ്ടി മുന്നോട്ട് നീങ്ങും. മനസ്സിലായോ? ഈ വിറയൽ പോയിന്റിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യത ഡ്രൈവിംഗിൽ വളരെയധികം കൂടുതലാണ്. അപ്പം ആ പ്രോപ്പർ വിറയൽ പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്ത് പിടിക്കുക. അതായത് വണ്ടി നീങ്ങാനും പാടില്ല, എന്നാൽ വണ്ടി നീങ്ങുന്നതിനോട് അടുത്ത പോയിന്റ്. ഇപ്പം ഞാൻ ആ പ്രോപ്പർ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയാണ്. അതായത് മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ വിറയൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ കഴിയും. എന്നിട്ട് പെട്ടെന്ന് നിർത്താനായിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. അപ്പം നമുക്ക് വാഹനം പെട്ടെന്ന് നിർത്താനായിട്ട് കഴിയും. ഇനി വീണ്ടും നിങ്ങളിത് ചെയ്യേണ്ടത്, നിങ്ങളിത് കയറ്റത്ത് പ്രാക്ടീസ് എടുക്കണം. കയറ്റത്ത് പല ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് എടുക്കാനായിട്ട് അറിയത്തില്ല. കാരണം കയറ്റത്ത് എടുക്കുന്ന സമയത്ത് വണ്ടി നിരന്തരം ഓഫായി പോകും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലും ഉണ്ട് റിച്ചിലും ഉണ്ട്. ഇപ്പം ചെറിയൊരു സ്ലോപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ചെറിയ സ്ലോപ്പിൽ ആദ്യം വണ്ടി കൊണ്ടുപോയി നിർത്തുക. എന്നിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് പതുക്കെ ഇങ്ങോട്ട് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ വിറയൽ പോയിന്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് ആ വിറയൽ പോയിന്റ് വന്നു തുടങ്ങുന്ന ആദ്യ നിമിഷം തന്നെ ഇപ്പൊ ഇടത്തെ കാലിൽ ഞാൻ ക്ലച്ചിൽ അവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് കാലിന്റെ എൻഡ് ഫ്ലോറിലേക്ക് ഞാൻ ചവിട്ടി വെച്ചേക്കാണ്. അപ്പൊ നമ്മുടെ വണ്ടി പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വന്നു. എന്നിട്ട് പതിയെ ബ്രേക്ക് അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ചെറിയ സ്ലോപ്പിലാണെങ്കിൽ, പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിലാണെങ്കിൽ വണ്ടി ബാക്കിലേക്ക് പോകില്ല. ഞാൻ പറഞ്ഞ ഐഡിയ പിടി കിട്ടിയോ? എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ആക്സിലറേഷൻ കയറ്റമായതുകൊണ്ട് കൂടുതലായിട്ട് കൊടുക്കണം. അതായത് ഇതുപോലെ പമ്പ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുക. എന്നിട്ട് ആക്സിലറേഷൻ ഇവിടെ ഇച്ചിരി കൂടുതലായിട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഉണ്ടോ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെറിയ സ്ലോപ്പിലെടുക്കാം. ഇത് നിങ്ങൾ ചെറിയ സ്ലോപ്പിലും നിരപ്പതും പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ വലിയ കയറ്റത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തുക. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ലൊരു കയറ്റത്ത് തന്നെ വണ്ടി കൊണ്ടുപോയി നിർത്തി. അപ്പോൾ ഇവിടെ നമ്മൾ വാഹനം എടുക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ
വണ്ടി ബൈക്കിലേക്ക് റോളാകും. അപ്പോൾ അതുപോലെ തന്നെ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലല്ല നമ്മൾ വന്ന് നിൽക്കുന്നതെങ്കിൽ, ഇടത്തേക്കാല് ബാലൻസ് ചെയ്ത് വരുന്നത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലല്ലെങ്കിലും വണ്ടി ബാക്കിലേക്ക് പോകും. അപ്പോൾ പ്രോപ്പർ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക. അത് വലിയ കയറ്റത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതിനൊരു ട്രിക്ക് നിങ്ങൾക്ക് പ്രയോഗിക്കാം. ബ്രേക്ക് ഇതുപോലെ അങ്ങോട്ട് ചവിട്ടി പിടിക്കുന്നു, എന്നിട്ട് പതുക്കെ ക്ലച്ചിങ്ങിൽ നിന്ന് കാലിങ്ങനെ അയച്ചയച്ച് വരിക. ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട് ക്ലച്ചിങ്ങിന് അയക്കുക. അപ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ ഇതുണ്ട്. ഇപ്പോൾ ഒരു പതിയെ വിറയൽ വന്നു. ഞാൻ ആ വിറയൽ പോയിന്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് ഇടത്തെ കാല് ഫ്ലോറിന്റെ എൻഡിലേക്ക് ഞാൻ ഇവിടെ ചവിട്ടി പിടിച്ചു. എന്നിട്ട് പതിയെ ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുകയാണ്. അയച്ചു നോക്കുമ്പോഴും വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ ഇത്തിരിയും കൂടെ ക്ലച്ച് ചെയ്യുന്ന അയക്കുന്നു. ഇപ്പോൾ വാഹനം അത്യാവശ്യം നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നൊന്ന് ഞാൻ അയച്ച സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്തു, ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ വിറയൽ പോയിന്റിൽ നിന്ന് ഞാൻ അയക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കയറ്റത്തിന്റെ അളവനുസരിച്ച് ആക്സിലറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊടുത്തോണ്ട് ആ വിറയൽ പോയിന്റിൽ നിന്ന് അയക്കണം. അപ്പം നിങ്ങൾ കയറ്റത്തെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷന്റെ അളവ് നന്നായിട്ട് തന്നെ കൊടുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൊടുത്തെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഒരു കാരണവശാലും ബൈക്കിലേക്ക് പോകത്തില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലും കയറ്റത്ത് വാഹനം എടുക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒരു പ്രയോഗിക്കേണ്ട ഒരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം എടുക്കുക. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാനിവിടെ നല്ലൊരു കയറ്റത്തിലേക്ക് എൻ്റെ വാഹനം ഞാൻ കയറ്റി നിർത്താണ്. അതായത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നല്ലൊരു കയറ്റത്തിലേക്ക് വണ്ടി കയറുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് കയറ്റത്ത് ഈ ഒരു വാഹനം നിർത്തിയെടുക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്, ഇതുപോലെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മളിവിടെ വാഹനം നിർത്തുന്നു. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചു പിടിക്കുക. നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് കാണാമെന്ന് കരുതുന്നു. ഞാൻ വലിച്ചങ്ങ് പിടിച്ചു. അതായത് ഈ ലോക്ക് ബട്ടനെ ഞെക്കി പിടിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചു പിടിച്ചേക്കാണ്. എന്നിട്ട് അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്. ഹാഫ് ക്ലച്ചിന്റെ ഏകദേശം അടുത്ത പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇടത്തെ കാല് ഇതുപോലെ നമ്മൾ ക്ലച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് കാലിന്റെ എൻഡ് ഫ്ലോറിൽ വെക്കുക. എന്നിട്ട് പതിയെ ബ്രേക്ക് ചെയ്യുന്ന അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തത്തിൽ കയറ്റത്ത് നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ക്വിക്കായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ മതി. അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന സമയം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഹാൻഡ് ബ്രേക്കും കൂടെ അങ്ങോട്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വാഹനം വളരെ സുഖകരമായിട്ട് ഇതുപോലെയുള്ള വലിയ കയറ്റങ്ങളിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ഹാൻഡ് ബ്രേക്കിൽ നിന്നും കൈ എടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.